ഹായ് ഡിയേഴ്സ്, ഞാൻ സുഷ, SN കോളേജ് കേളശ്ശേരിയിലെ വൈസ് പ്രിൻസിപ്പളാണ്. ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ നിങ്ങളോട് കുറച്ച് ടെക്നിക്സ്, സ്ട്രെസ്സ് കുറയ്ക്കാൻ, ടെൻഷൻസ് കുറയ്ക്കാൻ ഇതെല്ലാം പറയാമെന്ന് നിങ്ങൾക്ക് പ്രോമിസ് ചെയ്തിരുന്നു അല്ലേ. അതിൻ്റെ ബേസായിട്ടാണ് ഞാൻ ഈ ഒരു ചെറിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. ഇപ്പോഴത്തെ നമ്മുടെ രീതി, ലൈഫ് സ്റ്റൈല് നിങ്ങളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നും നമ്മുടെ ഇപ്പോഴത്തെ ഭയങ്കര ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ളൊരു ലൈഫാണ് അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നിനും സമയമില്ലാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്ട്രെസ്സ്, ടെൻഷൻസ് ഇതെല്ലാം നല്ലോണം പീക്കിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ എസ്പെഷ്യലി ഇപ്പോൾ കുറച്ച് നമ്മുടെ റിസൾട്ട്സ് ബാക്കിയുള്ള കാര്യങ്ങളും കൂടി വരുന്നത് കൊണ്ട് തന്നെ പാരൻസ് ആയാലും സ്റ്റുഡൻസ് ആയാലും ഒക്കെ സ്ട്രെസ്ഡ് ആണ്. ആൻഡ് നോർമൽ ലൈഫിൽ നമ്മൾ സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക, നമ്മുടെ ഫ്രണ്ട്സായിട്ട് ഇത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ കുറേയൊക്കെ സ്ട്രെസ്സ് നമ്മുടെ കുറയും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഫാമിലി ഗെറ്റ് ടുഗെദർ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകും. ഇതൊന്നും അല്ലെങ്കിലാണ് അടുത്ത ഓപ്ഷനാണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ ഹാപ്പിനെസ് തേടിയിട്ട് എവിടേക്കാണ് അടുത്തത് ചിന്തിക്കുന്നത്? ഒന്നുമില്ലെങ്കിൽ ഡ്രിങ്ക്സിലോട്ടായിരിക്കും, അല്ലെങ്കിൽ ഡ്രഗ്സിലോട്ടായിരിക്കും, അല്ലെങ്കിൽ അതർ സബ്സ്റ്റൻസസിലോട്ടായിരിക്കും. ഇതാണോ ആക്ച്വൽ ഹാപ്പിനെസ് എന്ന് പറയുന്നത്? ആക്ച്വൽ ഹാപ്പിനെസ് എന്താണെന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ഇപ്പോൾ ഹാപ്പിനെസ് പറഞ്ഞിട്ട് ഓരോരോ കാര്യങ്ങൾ തേടി പോകും തോറും നമ്മൾ വീണ്ടും എന്തൊക്കെയോ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തുള്ള എന്തോ ഒരു ഹാപ്പിനെസ് നമുക്ക് എല്ലാവർക്കും മിസ്സിങ് ആണ്. അതെന്താണ്? ആ അൾട്ടിമേറ്റ് ഹാപ്പിനെസ് എന്താണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇറ്റ് ഷുഡ് കം ഫ്രം ഇൻസൈഡ്. അത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് വരേണ്ടത്. ആക്ച്വലി ഈ ഒരു പെർട്ടിക്കുലർ ടൈമിൽ, ഈ ഒരു ഫാസ്റ്റ് പേസ്ഡ് ലൈഫിൽ സ്ട്രെസ്സ്, ടെൻഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്തേക്കാണ് നമ്മൾ പുതിയൊരു കാര്യം നിങ്ങളുടെ മുന്നിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതാണ് ആക്ച്വലി പ്രാണ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യോഗിക് പ്രോഗ്രാമാണത്. പ്രാണ എന്നുള്ളതാണ് നമ്മളതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വിളിക്കാൻ ആഗ്രഹിക്കുന്നത്. ആക്ച്വലി ഈ പ്രാണ എന്ന് പറയുന്നത് എന്താണ്? ഇത് ലൈഫ് എനർജിയാണ്. റിട്ടേൺ ടു അവർ സെൽഫാണ് പ്രാണ. നമ്മളിലേക്ക് തന്നെ നമുക്കുള്ള തിരിച്ചു വരവ്. അതാണ് ഞങ്ങൾ പ്രാണ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കുള്ളിൽ തന്നെ പല കാര്യങ്ങൾക്കുമുള്ള ഉത്തരം ഉള്ളപ്പോൾ നമ്മൾ ബാക്കി പുറത്തോട്ട് തിരഞ്ഞു നടക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ഞങ്ങളിവിടെ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഈ പ്രാണ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു പ്രോഗ്രാമായിട്ടോ ഒരു കോഴ്സായിട്ടോ അങ്ങനെ ഒരു ക്ലാസ് ആയിട്ടോ ഒന്നുമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. പകരം നമ്മുടെ ബ്രെത്തിനെ കണക്റ്റ് ചെയ്യാനും മൈൻഡിനെ കാം ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ സോളിനെ നമുക്ക് തന്നെ ഫീൽ ചെയ്യാനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രാണ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ സിമ്പിളായി പറയുകയാണെങ്കിൽ വെൻ ബ്രെത്ത് ബിക്കെയിം സ്ലോ, മൈൻഡ് ബിക്കെയിം സൈലൻറ്റ്. ആൻഡ് വെൻ മൈൻഡ് ബിക്കെയിം സൈലൻറ്റ് വി ക്യാൻ ഫീൽ അവർ ഇന്നർ വോയിസ്. ഈ ഇന്നർ വോയിസ് നമുക്ക് ഫീൽ ചെയ്യുമ്പോഴാണ് നമ്മളെ തന്നെ തിരിച്ചറിയുന്നത്. അപ്പോഴാണ് നമ്മൾ റിയൽ ഹാപ്പിനെസ് എന്താണ് എന്നുള്ളത് പൂർണ്ണമായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയുള്ളൂ. ആൻഡ് ഈ റിയൽ ഹാപ്പിനെസ്സിലോട്ട് നമുക്ക് ചെറിയ ടെക്നിക്സിലൂടെ കൊണ്ടുപോകാം എന്നുള്ളതാണ് സത്യം. അതിന് നമ്മൾ ഏറ്റവും ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമ്മുടെ ബ്രെത്തിനെ തന്നെയാണ്. ബ്രീത്തിങ് ടെക്നിക്സിലൂടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുക. അത് സയൻറ്റിഫിക്കലി പ്രൂവൺ ആണ്. അത് വെസ്റ്റേൺ കൾച്ചേഴ്സ് പോലും ഇപ്പോൾ ഈ ബ്രീത്തിങ് ടെക്നിക്സാണ് ഏറ്റവും കൂടുതൽ മൈൻഡിനെ കാമാക്കാനും റിലാക്സ് ആക്കാനും അവർ യൂസ് ചെയ്യുന്നതും ഈ ബ്രീത്തിങ് ടെക്നിക്സ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ചെറിയ 1-2 ബ്രീത്തിങ് ടെക്നിക്സ് ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് അടുത്ത വീഡിയോസിൽ കൂടുതൽ വൈഡായിട്ട് ഇന്നറായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കൂടുതൽ ആയിട്ട് അടുത്ത വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യം, നമ്മളിപ്പോൾ ഒരു എക്സാം ഹാളിലോട്ട് പോവുകയാണ്, അല്ലെങ്കിൽ ഒരു സ്ട്രെസ്ഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ, ഏറ്റവും വലിയ സ്ട്രെസ്ഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ഞാൻ സിമ്പിളായിട്ട് നിങ്ങളോട് പറയട്ടെ. നമ്മൾ ഒരു ലൈസൻസ് എടുക്കാൻ പോകുമ്പോൾ 8 ഇടുന്ന സമയത്ത് അല്ലെങ്കിൽ H ഇടുന്ന സമയത്ത് അപ്പോഴായിരിക്കും നമ്മൾ ഫസ്റ്റ് അറ്റംപ്റ്റ് കഴിഞ്ഞു, സെക്കൻഡ് അറ്റംപ്റ്റ് കഴിഞ്ഞു, തേർഡ് അറ്റംപ്റ്റ്, ഓ മൈ ഗോഡ് ഈ ലാസ്റ്റ് തേർഡ് അറ്റംപ്റ്റ് ദിസ് ഇസ് ദ എൻഡ് എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേര് ഈ ലൈഫിലുണ്ട്. ഇൻക്ലൂഡിങ് ഞാനടക്കം അത് അനുഭവിച്ചിട്ടുള്ള സ്ട്രെസ്സാണ്. സോ ഞാൻ സിമ്പിളായിട്ട് എൻ്റെ ലൈഫിൽ ഫോളോ ചെയ്യുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള ബ്രീത്തിങ് ടെക്നിക്കാണ് 4 to 6 ബ്രീത്തിങ് ടെക്നിക്ക് എന്ന് പറയും. സിമ്പിളാണ്, ആർക്കും ചെയ്യാവുന്നതാണ്. പാരൻസ് ആയിക്കോട്ടെ, സ്റ്റുഡൻസ് ആയിക്കോട്ടെ, ഏജ്ഡ് ആയിട്ടുള്ള ആളുകളായിക്കോട്ടെ, നമുക്ക് ഒരു രീതിയിലുള്ള സിറ്റിംഗ് പൊസിഷൻസും ഇല്ല. ഇറ്റ്സ് എ കോമൺ നോർമൽ. നമ്മൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ തന്നെ ഇരിക്കുക. ഒരേ ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ സ്പൈന് പെർഫെക്റ്റായിട്ട് അലൈൻഡ് ആയിരിക്കണം. സ്ട്രെയിറ്റ് ആയിട്ട് നമ്മളിരിക്കുക. സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക. ഇത് യു ക്യാൻ ഹോൾഡ് ലൈക്ക് ദിസ്.
കയ്യിൽ ഈ ഒരു മുദ്ര പിടിക്കാം, അല്ലെങ്കിൽ കൈ ഓപ്പൺ ആയിട്ട് വെക്കാം. ജസ്റ്റ് മടിയിൽ വെക്കുക കൈ, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണോ കംഫർട്ടബിൾ അങ്ങനെ വെക്കുക. അതിനുശേഷം ബ്രീത്ത് ത്രൂ യുവർ നോസ്, നമ്മുടെ മൂക്കിലൂടെ ശ്വാസം എടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ജസ്റ്റ് നിങ്ങൾ റിലാക്സ്ഡ് ആയിട്ടിരിക്കുക, സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. നമ്മുടെ നട്ടെല്ല് ഒരിക്കലും വളഞ്ഞിരിക്കരുത്, അത് നമ്മുടെ ബ്രീത്തിങ്ങിന് കറക്റ്റായിട്ട് കൺട്രോൾ ആവില്ല. അതുകൊണ്ടാണ് പറയുന്നത്. ജസ്റ്റ് ക്ലോസ് യുവർ ഐസ് ഓർ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് തന്നെ വെച്ചോളൂ. ഒരു പബ്ലിക്കിലോ ക്രൗഡിലോ ആണ് നിങ്ങളുള്ളതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് തന്നെ വെച്ചോളൂ. ആൻഡ് ഡീപ്പായിട്ട് 1 2 3 4 ആ ഇതിന് നമ്മൾ ഇൻഹെയിൽ ചെയ്യുക. അതായത് ഞാൻ കാണിക്കാം നിങ്ങൾക്ക്. നമ്മൾ ഇൻഹെയിൽ ചെയ്യുമ്പോൾ 1 2 3 4 കൗണ്ടിൽ ഇൻഹെയിൽ ചെയ്യുക. എക്സെയിൽ ചെയ്യുമ്പോൾ ടോട്ടലി റിലാക്സ് ആയിട്ടുള്ള ഫീലോട് കൂടിയിട്ട് 1 2 3 4 5 6 ഈ കൗണ്ടിൽ നമ്മൾ എക്സെയിൽ ചെയ്യുക. ഇൻഹെയിൽ ചെയ്യുമ്പോൾ 4 ടൈംസ്, എക്സെയിൽ ചെയ്യുമ്പോൾ 6 ടൈംസ്. ഇത് ഒരു സിമ്പിളായിട്ടുള്ള നിങ്ങൾക്കുള്ള ഒരു ബ്രീത്തിങ് ടെക്നിക്കാണ്. ഇത് ജസ്റ്റ് 5 ടൈംസ് നിങ്ങൾ യൂസ് ചെയ്താൽ പോലും നിങ്ങളൊരു എക്സാം ഹാളിലേക്ക് കയറുമ്പോഴോ, അല്ലെങ്കിൽ ആങ്സൈറ്റി ഇഷ്യൂസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ ടെൻഷൻസ്, ഓവർ തിങ്കിങ് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് വരുമ്പോൾ കൂടെ നമുക്ക് ഈ ഒരു സിമ്പിൾ ടെക്നിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം റിലാക്സ്ഡ് ആയിട്ട് സെൽഫായിട്ട് നമുക്ക് ഫീൽ ആവും. ആൻഡ് അനദർ തിങ് ഈസ്, ഇതിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യം ഞാനിപ്പോൾ പറഞ്ഞു തരാം. ഇന്നത്തെ കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ രാത്രി കിടക്കാൻ കാലത്ത് നമ്മുടെ കണ്ണിൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കണ്ണുകൾ ആക്ച്വലി എക്സ്ട്രീംലി ടയേർഡായിരിക്കും അല്ലേ? കാരണം എന്താണ്? നമ്മുടെ സ്ക്രീൻ ടൈം, ഇൻക്ലൂഡിങ് ഞാനടക്കമുള്ള ആളുകൾ ജസ്റ്റ് സ്ക്രോൾ ചെയ്തുകൊണ്ട് പോകുന്ന സമയമാണ് അല്ലേ? നമ്മുടെ മൊബൈലിൽ സ്ക്രോൾ ചെയ്യുന്ന, അതേപോലെ തന്നെ നമ്മൾ ഷോർട്സ് സ്ക്രോൾ ചെയ്ത് കാണുന്നു, ഇൻസ്റ്റയിൽ കാണുന്നു, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ കണ്ണുകൾ എക്സ്ട്രീം ടയേർഡായിരിക്കും കിടക്കുന്ന സമയത്ത്. അല്ലെങ്കിൽ നമ്മൾ എക്സാമിൻ്റെ ടൈമിലാണെങ്കിൽ ലാസ്റ്റ് മൊമെൻറ്റ് സ്റ്റഡി, അത് തന്നെയാണല്ലോ ഇപ്പോഴത്തെ ഒരു രീതി. ലാസ്റ്റ് മൊമെൻറ്റ് സ്റ്റഡി ആകുമ്പോഴും നമ്മൾ നല്ലോണം സ്ട്രെസ്ഡ് ആവും കണ്ണ്. അപ്പോൾ നമ്മൾ കണ്ണുകളെ റിലാക്സ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും എൻ്റെ കുട്ടികൾക്ക്, ഇവിടെയുള്ള സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഒന്നുമില്ല, നമ്മുടെ ഈ രണ്ട് കൈകൾ നന്നായി റബ്ബ് ചെയ്യുക. റബ്ബ് ചെയ്ത് കൊണ്ടുവരിക. ആ ഹീറ്റ് നമുക്ക് ഫീൽ ആവുന്നത് വരെ കയ്യിനെ റബ്ബ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ കണ്ണുകളുടെ മുകളിൽ ജസ്റ്റ് പ്രസ് ചെയ്യാതെ ഇങ്ങനെ വയ്ക്കുക. കണ്ണുകളുടെ മുകളിൽ ജസ്റ്റ് പ്രസ് ചെയ്യാതെ വയ്ക്കുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈകളുടെ ആ ഹീറ്റ് നമ്മുടെ കണ്ണുകൾക്ക് ഫീലാവും. നമ്മളെപ്പോഴും, എൻ്റെ അമ്മമ്മയൊക്കെ പണ്ട് പറയാറുണ്ട്, ആക്ച്വലി ഈ കണ്ണിൽ ചൂട് വരുമ്പോൾ കൈകൊണ്ട് ഇങ്ങനെ ഉരച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഫീല് ബെറ്റർ ആവും എന്നുള്ളതാണ്. സെയിം ടെക്നിക്കാണ്, ആക്ച്വലി ഏൻഷ്യൻ ടെക്നിക്ക് തന്നെയാണ്. ജസ്റ്റ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായി റബ്ബ് ചെയ്തിട്ട് നമ്മുടെ കൈയിൻ്റെ ആ ഹീറ്റ് കണ്ണിൻ്റെ മുകളിൽ പ്രസ് ചെയ്യാതെ വളരെ സ്ലോ ആയിട്ട് നമ്മൾ പ്രസ് ചെയ്യാതെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണുകളുടെ ആ ടയേർഡ്നെസ് നമുക്ക് ടോട്ടലി മാറിയിട്ട് നല്ല ഫ്രഷ് ഫീൽ നമ്മുടെ കണ്ണിന് വരും. ഇത് ആക്ച്വലി ഞാൻ എൻ്റെ മോനോട് പോലും ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് കേട്ടോ. അപ്പോൾ അവൻ ആ എക്സാം ടൈമിൽ കണ്ണുകളുടെ ആ ഒരു ഫീല് നല്ലോണം ഡിഫറെൻറ്റ് വരാറുണ്ട്. സോ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇനിയൊരു കംപ്ലീറ്റ് സെഷനായിട്ട് ഞാൻ എന്തായാലും നിങ്ങളുടെ മുന്നിലോട്ട് വരുന്നതാണ്. ആൻഡ് അനദർ തിങ് ഈസ്, നമ്മൾ പ്രാണ എന്ന് പറഞ്ഞിട്ട് ഒരു ചാനലും കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ആ പ്രാണയിലൂടെ ഞാൻ നിങ്ങൾക്ക് കൂടുതൽ ടെക്നിക്സ്, അതേപോലെ തന്നെ ബ്രീത്തിങ് കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അൺടിൽ ദെൻ നിങ്ങളെല്ലാവരും സ്ട്രെസ് ഫ്രീ ആയി സേഫ് ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. സോ അവർ എയിം ഈസ് ടു ബിക്കം happy always. Okay, so we will start the mission from today itself. Okay, എൻ്റെ കൂടെ ഈ ഒരു മിഷനിൽ നിങ്ങൾ 2 സിമ്പിൾ ടെക്നിക്ക് ഫോളോ ചെയ്തതിന് ശേഷം നിങ്ങൾക്കുണ്ടാവുന്ന ഡിഫറൻസ് എന്താണെന്നുള്ളത് ജസ്റ്റ് കമന്റ് മീ. ഓക്കെ, താങ്ക് യു ആൾ.